എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ടോപ്പ് കൊണ്ട് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാണ്. ഈ സാരി എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അപ്പൊ ഈ സാരിക്കാണ് ഞാൻ വൈറ്റ് ബ്ലൗസ് തയ്ക്കാൻ പോണത്. എൻ്റെ കയ്യിൽ ഇൻഡിഗോ സാരി ഇല്ലായിരുന്നു. എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അരുണ തന്നതാണിത്. നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതിൻ്റെ കുറേ റീൽസൊക്കെ കാണുമ്പോൾ അതിനെ ആസ്വദിക്കാറുണ്ട് ഓരോരുത്തർക്ക് കൊടുത്തത്. അങ്ങനെ സ്വന്തമാക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അതൊരു ഗിഫ്റ്റായിട്ട് എൻ്റെ കയ്യിൽ വന്നു. ഈ വൈറ്റ് ടോപ്പ് ഡൽഹിക്ക് പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാ. നല്ല കോട്ടനാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ മോഡൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ 2 തവണ മാത്രമേ ഇത് ഇട്ടുള്ളൂ. പിന്നെ അതങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോഴാണ് ഈ സാരി എനിക്ക് കിട്ടണേ. അപ്പം അതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട്. എൻ്റെ അക്കോബയുടെ ബ്ലൗസ് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഓർത്ത് ഇതുകൊണ്ട് ബ്ലൗസ് തയ്ക്കാമല്ലോ. അങ്ങനെയാണ് ഈ ബ്ലൗസിലേക്ക് എത്തിയത്. ഈ സാരി കിട്ടിയ കാരണം ഞാൻ അങ്ങനെ ഈ ബ്ലൗസ് തയ്ക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ബ്ലൗസിന് പഫ് സ്ലീവ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് സ്ലീവ് ഒരു മോഡൽ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ സാധാരണ സാധാ ബ്ലൗസുകൾ സ്ലീവൊക്കെ സാധാ മോഡൽ അങ്ങനെയൊക്കെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ തോന്നി ഇപ്പോൾ നമ്മൾ തന്നെയാണല്ലോ തയ്ക്കണേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ നെക്കിൽ ഫ്രണ്ട് നെക്ക് വീനെക്കും ബാക്കിൽ വേറെ മോഡലാണ് ചെയ്യാന്ന് ആദ്യം ഞാൻ വെട്ടി ചെയ്തത്. പിന്നെ അത് ഇട്ട് നോക്കിയപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇട്ട് നോക്കിയപ്പോൾ ഷോൾഡർ കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ചെയ്ത നെക്ക് അതിന് ഓക്കെ അല്ല. അപ്പം ഞാൻ ആദ്യം അഴിച്ച് വീനെക്ക് തന്നെ ബാക്കിലാക്കി. അതിപ്പോൾ എൻ്റെ സ്വന്തമായത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണോട് കുഴപ്പമില്ലല്ലോ, പരീക്ഷണങ്ങളാണ്. ഇതൊരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ പുറത്തേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ മാത്രം തയ്ക്കണ ആളായിരുന്നു. ബ്ലൗസൊക്കെ തയ്ച്ചിരുന്നു. ഞാൻ നാട്ടിലുള്ള സമയത്ത് ജോലിക്കൊക്കെ പോയിരുന്നപ്പോൾ സാരി മസ്റ്റായിരുന്നു. പിന്നെ അന്നൊക്കെ ഇത്തിരി മടിയായിരുന്നു, തയ്ക്കാനും മടി. അപ്പോൾ ഇടയ്ക്ക് മേമേടയിൽ കൊടുക്കും, ഇടയ്ക്ക് പുറത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇടയ്ക്ക് ഞാൻ തയ്ക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് ഈ സ്റ്റിച്ചിങ്ങിനോട് ഇഷ്ടമായി. അതും ഒരു ആർട്ട് തന്നെയാണ് കേട്ടോ. പല മോഡലിൽ തയ്ച്ച് കസ്റ്റമേഴ്സ് അത് ഇട്ടിട്ട് അവർക്ക് ഇഷ്ടമാകുമ്പോഴേക്ക് നമുക്കുള്ളൊരു സന്തോഷം, പിന്നെ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് നല്ല ഇഷ്ടമാണ്. ഞാനിത് എനിക്ക് വേണ്ടിയുള്ള ബ്ലൗസായ കാരണം ഭയങ്കര ഉടായ്പണിയാണ് ഇതിലെടുക്കണത്. എന്താണെന്ന് വെച്ചാൽ മറച്ചിട്ട് അടിക്കുമ്പോൾ അങ്ങനെയൊക്കെ. കസ്റ്റമേഴ്സിനുള്ളതാണെങ്കിൽ ഇതിൽ ക്യാൻവാസ് വെച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായി ചെയ്യണതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടേക്കണം സ്റ്റിച്ചിങ് ഒക്കെ, ഞാൻ ചെറുതായിരിക്കുമ്പോൾ. അപ്പോൾ വീട്ടിൽ മെഷീനില്ല. അപ്പോൾ അമ്മായിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ എന്നെയും കൊണ്ടുപോകും. അങ്ങനെ അമ്മായി തയ്ക്കണതാണ്, 3ാമത്തെ അമ്മായി തയ്ക്കണതാണ് എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ഞാൻ അത് സ്റ്റിച്ചിങ് കാണുന്നത്. പിന്നെ ഞാനിതുപോലെ കുറച്ചും കൂടി വലുതായി ഇപ്പോൾ അമ്മായിയുടെ വീട്ടിലും മേമയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർ സ്റ്റിച്ച് ചെയ്യണടുത്ത് നിന്ന് എനിക്ക് പോകുമ്പോൾ വെട്ട് കഷ്ണം എടുത്തിട്ട് ഞാൻ വെറുതെ തയ്ക്കും. അങ്ങനെ ഒരു ഇത് ഉള്ളിൽ അന്ന് തൊട്ടേ ചെറിയ സ്പാർക്ക് ഇതിൻ്റെ കെടുക്കണുണ്ട്. അതിനോടുള്ള ഒരു ഇഷ്ടം തോന്നണം അതൊക്കെ ചെയ്തിരുന്നത്. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നമ്മൾ 2-3 മാസം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ഡിഗ്രിക്ക് മുമ്പ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് തയ്യൽ പഠിച്ചിട്ടുണ്ട്. അപ്പോഴും പക്ഷെ ശരിക്കും അറിയില്ല ബോഡി മെഷർമെൻറ്റ്, ഷോൾഡറിൻ്റെ ഹാഫ് എടുക്ക്, ചെസ്റ്റിൻ്റെ 4:1 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് കറക്റ്റ് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഒരു ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ട് ബ്ലൗസ് തയ്ക്കാനും ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എനിക്ക് പറ്റും. അതിന് ഇത്ര നാളും ട്രൈ ചെയ്ത് കൊണ്ടേ ഇരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ചുരിദാറും നൈറ്റിയൊക്കെ ഞാൻ തന്നെയാണ് തയ്ച്ചിരുന്നത്. ചുരിദാറും ഞാൻ തയ്ക്കാറുണ്ട് എനിക്ക്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് റെഡിമെയ്ഡ് വാങ്ങുന്നത് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് പുറത്തുനിന്നും വാങ്ങും അങ്ങനെയൊക്കെ. ഇതുപോലെ നമുക്ക് നല്ല ഇഷ്ടമായ ടോപ്പുകൾ ഇടാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കളയാൻ നിൽക്കേണ്ട. നമുക്ക് സാരി ബ്ലൗസൊക്കെ തയ്ക്കാൻ പറ്റും. പക്ഷെ പുറത്ത് കൊടുത്ത് തയ്പ്പിച്ചാൽ അതിനവർ ചിലപ്പോൾ ഇരട്ടി പൈസയൊക്കെ വാങ്ങും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ലാഭമാണ്. എനിക്ക് ഈ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞിട്ട് നല്ല ഇഷ്ടമായി ബ്ലൗസ്. അതിന് വേറൊരു മോഡലാണല്ലോ സ്ലീവൊക്കെ ചെയ്തത്. ഈ സാരിയുടെ വിത്ത് ബ്ലൗസ് ഞാൻ തയ്ച്ചു. അത് ക്ലോസ്ഡ് നെക്കാണ് തയ്ച്ചത്. ഈ സാരി ഗിഫ്റ്റ് തന്നപ്പോൾ അരുണ പറഞ്ഞിരുന്നു നമുക്കിതിന് റീൽസൊക്കെ എടുക്കാട്ടോ സ്മിതയെന്ന്, ബ്ലൗസൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അരുണയുടെ ബ്ലൗസും ഞാൻ തന്നെയാണ് തയ്ച്ചത്, വൈറ്റ് ബ്ലൗസ്. ഞാൻ ആദ്യം വൈഡ് നെക്ക് മാത്രമേ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പം എനിക്ക് ക്ലോസ്ഡ് നെക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഇങ്ങനത്തെ നെക്കും തയ്ക്കാറുണ്ട്. ഈ സാരിയുടെ വിത്ത് ബ്ലൗസാണ് ഇത്. അപ്പോൾ ഇത് ക്ലോസ്ഡ് നെക്കായിട്ട് തയ്ച്ചു. എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റീൽസ് എടുക്കാൻ പോയത് ഞങ്ങൾക്ക് അടുത്തുള്ള ഗാർഡനിലേക്കാണ്. ജാപ്പനീസ് ഗാർഡൻ ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം കേട്ടോ.